ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശിവാക്ഷിനെ ഒരു വയസ്സിൽ മൊട്ടടിക്കാൻ കൊണ്ടുപോയ വീഡിയോ ആണ്. അപ്പോൾ നമ്മളങ്ങനെ ഇന്ന സ്ഥലത്ത് വെട്ടിക്കാം അങ്ങനെയൊന്നും നേർച്ചയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ തൃശ്ശൂരുള്ള പുത്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ചോച്ചേരിക്കുന്ന് അമ്പലമുണ്ട്. അതായത് കേരള പഴനി എന്നാണ് അറിയപ്പെടുക, മുരുകൻ്റെ അമ്പലം. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് കൊണ്ടുപോയത്. ഇവിടെ നിന്നൊരു അരമണിക്കൂർ 3/4 മണിക്കൂർ അത്രേ ഉള്ളൂ. 3/4 മണിക്കൂറൊന്നുമില്ല, അരമണിക്കൂർ അത്രേ ഉള്ളൂ അമ്പലത്തേക്ക്. അപ്പോൾ അതാ നമ്മൾ രാവിലെ എല്ലാവരും ഫാമിലി ആയിട്ട് അങ്ങോട്ട് പോയി. അപ്പോൾ അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നല്ല ക്യൂ നിൽക്കേണ്ടി വരും, അടുത്തൊന്നും വെട്ടാൻ പറ്റില്ല എന്നൊക്കെ കരുതിയിരുന്നു. പക്ഷെ നമ്മുടെ പരിചയത്തിൽ ഒരു ചേച്ചി ഉള്ള കാരണം നമുക്ക് പെട്ടെന്ന് കയറാൻ പറ്റി. അപ്പോൾ അതാ അങ്ങനെ അവനെ മുടി മൊട്ടയടിക്കാൻ അവൻ്റെ അച്ഛൻ്റെ മടിയിലാണ് ഇരുത്തിയത്. അപ്പോൾ അവൻ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, കരഞ്ഞൊന്നുമില്ല കേട്ടോ. അതായത് നല്ല കുട്ടിയായിട്ടിരുന്നു. പക്ഷെ അവൻ നല്ല കുട്ടിയായിട്ടിരുന്നെങ്കിലും പ്രശ്നം ഫുള്ള് എനിക്കായിരുന്നു. അതെങ്ങനെയാണ് മനസ്സിലാക്കി തരിക, അതൊരാൾക്ക് മനസ്സിലാവുമോ, അതൊന്നും എനിക്കറിയില്ല. എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു അവൻ്റെ മുടി വെട്ടുമ്പോൾ. അവനന്ന് കുറേ മുടിയോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു മുടിയാണെങ്കിലും നമ്മുടെ കുഞ്ഞിൻ്റെ മേത്തുനിന്ന് വീഴുമ്പോൾ നമുക്കത് ഒരു ഭയങ്കര വിഷമമായിരിക്കും എനിക്ക് തോന്നുന്നു. എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ചിലപ്പോൾ ആദ്യമായിട്ട് അങ്ങനെ ആ മുടി പോണേൻ്റെയാണോ അതൊന്നും എനിക്കറിയില്ല. എനിക്ക് നെഞ്ചിൽ ഭയങ്കര പ്രയാസമായിരുന്നു. നെഞ്ചിടിക്കുക, കരയാൻ തോന്നി, എനിക്ക് വർത്താനം പറയാൻ പറ്റണില്ല. അത് കാരണം ഈ വീഡിയോ ഒന്നും എടുത്തത് ഞാനല്ല. എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു അത്. അങ്ങനെ അവൻ നല്ല കുട്ടിയായിട്ടിരുന്നത്, ഒരു കുഴപ്പവും ഉണ്ടാക്കിയില്ല. നല്ല കുട്ടിയായിട്ട് തന്നെ ഒതുങ്ങിയിരുന്നു. അതുപോലെ തന്നെ ആ ചേട്ടൻ, അതായത് ആ മുടി വെട്ടണ ചേട്ടൻ, ആളെ എടുത്ത് പറയണം. കാരണം അത്രയും നല്ല രീതിയിൽ ആ ചേട്ടൻ വെട്ടിയത്. അതായത് ഇപ്പോൾ ഭംഗിയിൽ വെട്ടിയെന്ന് അങ്ങനെ ഒന്നുമല്ല ഞാൻ പറയണത്. ഇപ്പോൾ മുട്ട അടിക്കുന്നതിന് പ്രത്യേകിച്ച് ഭംഗി കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അതായത് അവനെ അത്രയും കംഫർട്ടാക്കി അവനെ കളിപ്പിച്ച് ഒരു ഇറിറ്റേഷൻ ഇല്ലാത്ത രീതിയിൽ ആൾ മുഴുവനും ചെയ്തത് നമുക്ക് തന്നെ നല്ലൊരു കംഫർട്ടായിരുന്നു. അതായത് ഇപ്പോൾ പ്രത്യേകിച്ച് തിരക്കൊക്കെ ഉള്ളപ്പോൾ ചില ആളുകൾ അങ്ങോട്ട് ഇരുത്തുക, പിടിക്കുക, വെട്ടുക, പറഞ്ഞു വിടുക, അങ്ങനെയായിരിക്കും പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ആൾ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നില്ല. അവനെ കളിപ്പിച്ച് അവനിപ്പോൾ തല പൊക്കുകയാണെങ്കിൽ കുറച്ച് നേരം അവന് ടൈമൊക്കെ കൊടുത്ത് നല്ല രീതിയിലാണ് ആ ചേട്ടൻ വെട്ടിയത്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ചേട്ടനെ മറക്കാനും പറ്റില്ല. ഇപ്പോഴും എനിക്ക് ആ ചേട്ടൻ്റെ മുഖം ഓർമ്മയിട്ട്. ഞങ്ങളിടയ്ക്ക് തൊഴാനൊക്കെ പോകും ആ അമ്പലത്തേക്ക്, ചോച്ചേരിക്കുന്നിലേക്ക്. അപ്പോഴൊക്കെ ഞാൻ ആ ചേട്ടൻ്റെ മുഖം അവിടെ തപ്പും. അതായത് അവൻ്റെ മുടി ആദ്യമായിട്ട് വെട്ടിയ ചേട്ടനാണ്. അതും നമുക്ക് അത്രയും കംഫർട്ടാക്കി വെട്ടിയൊരു ചേട്ടനാകുമ്പോൾ നമ്മൾ അങ്ങനത്തെ നമ്മുടെ കുട്ടികളുടെ കാര്യത്തിന് ഓരോ ആളുകളെ നമ്മൾ മറക്കില്ല അല്ലേ. അതുകൊണ്ട് തന്നെ എപ്പോൾ പോയാലും ഞാൻ ആ ചേട്ടൻ്റെ മുഖം തിരയൂട്ടോ അവിടെ. അങ്ങനെ അവൻ നല്ല കുട്ടിയായിട്ട് മുടി വെട്ടാനിരുന്നു. അങ്ങനെ ഓൾമോസ്റ്റ് അവൻ്റെ വെട്ടി കഴിയാറായി. പക്ഷേ ഏറ്റവും ലാസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ കരയും. അതായത് 95% അവൻ്റെ മുടി വെട്ടിക്കഴിഞ്ഞു. ബാക്കി ഒരു ഇത്തിരിയും കൂടി ടച്ചപ്പ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അവൻ കരയും. അത് കരയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള കുട്ടികളൊക്കെ കരച്ചിലായിരുന്നു. ഇവൻ തന്നെയാട്ടോ കരയാണ്ടിരുന്നത്. പക്ഷേ ഇവൻ്റെ തൊട്ടപ്പുറത്ത് ഒരു കുട്ടി മുടി വെട്ടാൻ വന്നിരുന്നു. അപ്പോൾ ആ കുട്ടി ഭയങ്കരമായിട്ട്, അതും ഇവൻ്റെ തൊട്ടടുത്തല്ലേ, അപ്പോൾ നല്ല ശബ്ദത്തിൽ കേൾക്കാമല്ലോ. അപ്പോൾ അവൻ ആകെ ടെൻഷനായി. അപ്പോൾ കുറച്ച് നേരം ആ കുട്ടി കരയണത് ഇവൻ ശ്രദ്ധിക്കുന്നുണ്ട്. വീഡിയോയിൽ നോക്കിയറിയാം ഇവനത് ശ്രദ്ധിക്കുക ആ കുട്ടി കരയണത്. പിന്നെ എനിക്ക് തോന്നുന്നു ഇവരുടെ മനസ്സിൽ എന്തൊക്കെയാണ് ചിന്ത പോയിണ്ടാവുമെന്ന് നമുക്കറിയില്ലല്ലോ. ചിലപ്പോൾ ഇപ്പം എന്തിനാ ആ കുട്ടി കരയണേ, ഇനി വേദന എടുക്കുമോ, ഇനി പെന്നെ എന്താ ചെയ്യണേ, അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടാണാവോ ആ കുട്ടിയുടെ കരച്ചിൽ ശ്രദ്ധിച്ച് കഴിഞ്ഞ് ഇവൻ ഇങ്ങോട്ട് തിരിഞ്ഞപ്പോൾ എന്നെ കണ്ടു. അപ്പോൾ ഇവൻ അങ്ങോട്ട് ഉറക്ക കരച്ചിലായി. അപ്പോൾ എനിക്ക് പണ പൊട്ടുന്നുള്ള രീതിയിലാണ് ഞാൻ നിന്നിരുന്നത് സങ്കടം കൊണ്ട്. ഇവൻ്റെ ആ കരച്ചിലും കൂടി അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. അതായത് മുടി വെട്ടണോടത്തൊന്നും എടുത്ത് കൊണ്ടുപോകാനും പറ്റില്ല, ഒന്നും ചെയ്യാനും പറ്റില്ലല്ലോ. അതായത് അത് മുഴുവിപ്പിക്കണ്ടേ, ഇനിയും ആളുകൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ എനിക്ക് ആകെ വിഷമമായി. എങ്ങനെയെങ്കിലും അതൊന്ന് കഴിഞ്ഞ് അവൻ എടുത്താൽ മതി എന്നുള്ള ആ ഒരു തിരക്ക് വന്നു തുടങ്ങി എനിക്ക്. എന്നാലും അവൻ അപ്പോൾ ഞാൻ ചിന്തിച്ചു, അവൻ തുടക്കത്തിലേക്ക് അറിഞ്ഞിരുന്നു എന്നുണ്ടെങ്കിൽ എങ്ങനെ വെട്ടുമായിരുന്നു എന്നുള്ളത്. അതായത് ആ ചേട്ടനെ എത്രത്തോളം ഇതാവുമായിരുന്നു എന്നുള്ളത്. ഇതിപ്പോൾ ലാസ്റ്റായപ്പോഴാണ് അവൻ കരഞ്ഞത്. എനിക്കിപ്പോഴും ഈ വീഡിയോ കാണുമ്പോൾ ഭയങ്കര വിഷമമാട്ടോ. ഞാൻ ഈ വീഡിയോ പ്ലേ ചെയ്യാറേ ഇല്ല. എൻ്റെ ഫോണിൽ കിടക്കണമെന്നുണ്ടെങ്കിലും ഈ വീഡിയോ ഞാൻ പ്ലേ ചെയ്യാറില്ല. കാരണം എനിക്കത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ്. എനിക്ക് നെഞ്ചിലൊരു പ്രയാസം വരും. അതെനിക്ക് തോന്നുന്നു അമ്മമാർക്ക് കുറച്ചും കൂടി കണക്റ്റ് ആവുമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ നമ്മൾ ഭംഗിയായിട്ട് എന്തായാലും ആ മുടി വെട്ടലൊക്കെ കഴിഞ്ഞ് നമ്മൾ അവനെ കുളിപ്പിച്ച് അമ്പലത്തിലൊക്കെ തൊഴുത് അമ്പലത്തിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാട്ടോ പോകുന്നത്. എല്ലാം ഭംഗിയായി നടക്കുകയൊക്കെ ചെയ്തു. പക്ഷേ
ഈ വീഡിയോ എനിക്ക് ഒരിക്കലും കാണാൻ പറ്റാത്ത വീഡിയോയാണ്. അതുപോലെ തന്നെ ആ ഒരു നിമിഷം എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന നിമിഷമാണ്. ഇപ്പം ചിലവർക്ക് അങ്ങനെ മുടി വെട്ടൽ കാണുമ്പോൾ സന്തോഷമായിരിക്കും. അതൊക്കെ ഓരോരുത്തരും ഇതാട്ടോ. എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അങ്ങനെ എന്തായാലും അത് കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവൻ കാണണം കേട്ടോ.